പ്രാവ് പ്രേമികൾക്കും സ്വാഗതം. ഞാൻ മുനാസ്. നമുക്ക് പുതിയ വീഡിയോയിലൊക്കെ കിടക്കാം. നമ്മളെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ വിടുന്നുണ്ട്, ആഴ്ചയിൽ വീഡിയോ ഇടുന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇടാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം ഇതാണ്. നമ്മളെ ജോലി തിരക്കും, പിന്നെ വീഡിയോ പിടിക്കുന്നത് നമ്മളെ അനിയനാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ അനിയനാണ് വീഡിയോ പിടിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടെ. നമ്മൾ വെറുതെ അവതാരകൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണമെന്നുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവർ പ്രാവിനെടുക്കാനും ഇതിനൊക്കെ ആയിട്ടൊക്കെ. ആ സമയത്ത് ഒരു വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ അവനില്ലാത്തതുകൊണ്ടിട്ട് അവർ വന്നു പോകണതൊന്നും വീഡിയോ പിടിക്കാത്തതാണ്. എന്തായാലും എല്ലാം ശരിയാവും എന്നുള്ളൊരു രീതിയിൽ ഇപ്പം ആയിട്ടുണ്ട്. നമുക്ക് ആഴ്ചയിൽ വീഡിയോ ഇടാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ പാമ്പൂച്ചിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. നമുക്ക് ആ കുഞ്ഞിനൊന്ന് കാണാം. ഇതാണ് ആ പാമ്പൂജി വർഗത്തിലെ വെള്ള ആദ്യത്തെ കുഞ്ഞ്. അല്ല, കുഞ്ഞ്. ഇപ്പം 3 വീടിൽ തന്നെ ഒരു 5-6 മണിക്കൂറോളം പറന്നു. അതുകൊണ്ട് പ്രാവിനെ മുറിച്ച് കാലിലുണ്ട് സംഭവങ്ങളൊക്കെ. ഇടാൻ നല്ല കറക്റ്റായിട്ടാണ് വന്നേക്കണത്. ഇതിൻ്റെ 2 അനിയൻ കുഞ്ഞിനെയും കൂടി ഇറക്കിയിട്ടുണ്ട്. അതിനെയും കൂടി നമുക്ക് കാണാം. ഫ്ലവർ കുഞ്ഞായിട്ടാണ് വന്നേക്കണത്. വറുത്ത കണ്ണി തന്നെ, അതേ കണ്ണും ചുണ്ടും ഇതെല്ലാം അത് തന്നെ. പക്ഷെ അത് ഫുൾ വൈറ്റ് ആണെന്നുള്ളൂ. ഇതൊരു ഫ്ലവർ കുഞ്ഞായിട്ടാണ് വന്നേക്കണത്. കണ്ണൊക്കെ പൂവിൻ്റെ അതേ കണ്ണ് തന്നെ. വലിയ കുട്ടിയിട്ടില്ല. ഇത് പൂവൻ കുഞ്ഞാണത്. ഫ്ലവർ കുഞ്ഞ് എല്ലാം ഉണ്ട്. കൊണ്ടയുണ്ട്, കാലില തപ്പാസം വന്നിട്ടുണ്ട്. എന്തായാലും നല്ല ഇനത്തിൽ തന്നെയാണ്. ഇതതിൻ്റെ പെടക്കുഞ്ഞാണത്. പെടക്കുഞ്ഞിന് മാത്രം കണ്ണത്തിരി മാറി. ചെറുകറുപ്പ് കുഞ്ഞ് വെള്ളയാവും. ഈ ചിറകിലൊക്കെ കറുപ്പും പാലൊക്കെ കറുപ്പുള്ളതൊക്കെ മാറും. ഇതിനുമുണ്ട് കറക്റ്റായിട്ടുള്ള പാമ്പൂജി. ഉണ്ട്. ഇങ്ങനെ ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നു. ബാക്കിയുള്ള പ്രാവിനൊക്കെ കുഞ്ഞിനൊക്കെ 2 എണ്ണത്തിനും അത്ര വലുതായിട്ടല്ല വന്നേക്കണം. ഇതിന് നല്ല ഇപ്പം തന്നെ ഇറങ്ങാൻ തുടങ്ങിയത്. അല്ല, ശരിക്കും ഇറങ്ങാൻ തുടങ്ങി. 2 കൊണ്ടയുണ്ട് തലയിൽ. ഇതുങ്ങളെല്ലാത്തിൻ്റെയും കൊണ്ട വന്നേക്കണ ഒരു പ്രത്യേക രീതിയിലാണ് വന്നേക്കണത്. എല്ലാ സാധാരണ പ്രാവുള്ള കൊണ്ട പോലെ അല്ല എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇങ്ങനെ പ്രത്യേക രീതിയിലായിട്ടാണ് ഇരിക്കുന്നത് എല്ലാ പ്രാവിൻ്റെയും. ഇതാണ് പെടക്കുഞ്ഞ്. പാമ്പൂജി വർഗം എന്ന് വെച്ചാൽ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ. ഈ പാമ്പൂജി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ഇതുണ്ടാവും, കൊണ്ടയുണ്ടാവും. അതേപോലെ തന്നെ കാലിൽ ഷോക്സ് ഇറങ്ങിയിട്ടുണ്ടാവും. അതേപോലെ ഷോക്സ് ഒന്നും ഇങ്ങനെ പൂടകൾ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇതേപോലത്തെ നല്ല നല്ല കണ്ണുകളായിരിക്കണം. ശരിക്കും പച്ചത്തരിപ്പ് കയറിയ കണ്ണുകളാണ് ശരിക്കും പാമ്പൂജി പ്രാവുകൾക്ക് വന്നേക്കണത്. ചാരലയിലാണ് കൂടുതലും പാമ്പൂജി വന്നേക്കുന്നത്. ചാരപ്രാവുകളിലാണ് കൂടുതലും പാമ്പൂജി മുമ്പ് ഉണ്ടായേക്കണത്. ഇപ്പം എല്ലാവരുടെ കയ്യിലും പാമ്പൂജി ചാരപ്രാവുകൾ പല പ്രാവിനായിട്ട് ക്രോസ് ചെയ്തപ്പോൾ പല പല കളറിൽ ഇറങ്ങിയേക്കാണ്. ഇപ്പം എല്ലാവരെയും മിക്ക ആൾക്കാരേലും ഉണ്ട് പാമ്പൂജി. പറവപ്രാവായിരിക്കും. അത് തന്നെ പറവ. ഭയങ്കര മെമ്മറി, ഭയങ്കര ബുദ്ധിശക്തി അതൊക്കെ കൂടുതലുള്ള ഒരു പ്രാവായിട്ടാണ് ഈ പാമ്പൂജി വർഗത്തിന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും നല്ല കുറച്ചാൾ മുമ്പാണ് അത്. ചാരപ്രാവാണ് കൂടുതലും ഇറങ്ങിയിരുന്നത്. ഇപ്പം എല്ലാവരെയും പല പല കളറായി. ശരിക്കും മോട്ടിസാറിൻ്റെ വർഗത്തിൽപ്പെട്ട പ്രാവുകളാണ് ശരിക്കും പാമ്പൂജി വർഗം എന്ന് പറഞ്ഞത്. പിന്നെ അങ്ങേരുടെ കയ്യിൽ നിന്ന് ആൾക്കാർ വാങ്ങിച്ചും കൊണ്ടുപോയി പല പല ബ്രീഡിട്ട് പല കുഞ്ഞുങ്ങളിൽ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് പല കളറിൽ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ പ്രാവുകൾ ക്വാളിറ്റിയുള്ള പ്രാവുകൾ തന്നെ ആയിട്ട് ഇറക്കണം. ഇപ്പോൾ ഞാൻ ഇറക്കിയേക്കണത് എന്തായാലും ക്വാളിറ്റിയുള്ള പ്രാവുകളൊക്കെ ആയിട്ട് തന്നെയാണ് ഇറക്കിയേക്കണത്.
പല രീതിയിലും പ്രാവള പാമ്പൂജി എന്ന് പറഞ്ഞ് ഇറക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എപ്പോഴും പ്രാവൾ നല്ല ക്വാളിറ്റിയുള്ള പ്രാവളാണെന്ന് നോക്കിയിട്ട് തന്നെ വേണം നിങ്ങൾ ആൾക്കാർ പ്രാവിനെ എടുക്കാൻ വേണ്ടി തന്നെ. പല ആൾക്കാരും ഇങ്ങനെ ഇതാണുണ്ട്, പാമ്പൂജി വർഗമാണ്, മറ്റേയാണ് മറിച്ചാണ്. പ്രാവളം നോക്കുക, ശരിക്കും ശ്രദ്ധിച്ച് നല്ല പ്രാവിനെ എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക, അല്ലാത്തവരൊന്നും പോയി പെടരുത്. പാമ്പൂജി വർഗത്തിലെ എല്ലാ ഇടങ്ങളിലും ചതിക്കപ്പെടുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടിട്ട് എപ്പോഴും നോക്കിയെടുക്കുക, നല്ല ഇതിനെ നോക്കിയെടുക്കുക. കാലിൽ ബൂട്ടും കൊണ്ടേയും ഉണ്ടെന്ന് വെച്ചാൽ അത് പാമ്പൂജി ആവൂല വർഗം. നല്ല ലൈൻ തന്നെയാണെന്ന് നോക്കി തന്നെ എടുക്കുക. കവാടകളുണ്ടല്ലോ, കാലിൽ തപ്പാസും കൊണ്ടേയുള്ളത് കവാടകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല പ്രാവള പോയി എടുക്കണമെങ്കിൽ തന്നെ നല്ല പാമ്പൂജി വർഗത്തിൽ തന്നെ പോയി എടുക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഇപ്പോൾ ഒരു പുതിയൊരു ജോഡിട്ടിട്ടുണ്ട്, മറിയന്മാർ. എൻ്റെ ഒരു മറിയം പെട എന്ന് പറഞ്ഞിരുന്ന വെച്ചാൽ മറിയനാണെന്ന് പറഞ്ഞിരുന്ന വെച്ചാൽ പ്രാവാണ്. പക്ഷെ അത് ഇന്നേ വരെ മറിഞ്ഞിട്ടില്ല പെട. പക്ഷെ ആ പെട 8-9 മണിക്കൂറോളം പറന്ന പെട. ഭയങ്കര പറക്കലാണ് ആ പ്രാവ്. നല്ല ശൈലം പാപ്പാത്തി വിരിക്കണ പോലെ വിരിച്ചിട്ടുള്ളൊരു പറക്കലാണ് ആ പ്രാവിൻ്റെ പറക്കൽ. അപ്പോൾ ആ ഒരു പ്രാവിന് ഒരു മറിയം പോലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ കുഞ്ഞെന്താവും. എന്തായാലും ആ പ്രാവളൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ചെറിയ കള്ളിയിലാണ് ഇട്ടേക്കണ. അപ്പം കറക്റ്റായിട്ട് മുട്ടയിട്ട പ്രാവള്. ഇതാണ് ആ പെട. ഉണ്ടോ, കണ്ണും ചുണ്ടും എല്ലാം മറിയൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ചെന്നേരെ ഈ പ്രാവ് മറിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞിലെങ്ങാണ്ട് ഒറ്റത്തവണ മറിഞ്ഞ് പൊക്കി വിട്ടപ്പോൾ ഒന്ന് മറിഞ്ഞ് കാണിച്ചു തന്നു. പിന്നെ വിചാരിച്ച് അപ്പം തന്നെ മറിയുമെന്ന് വിചാരിച്ചു. പക്ഷേ മറിയണ ലക്ഷണം കണ്ടിട്ടില്ല. എന്നാലും പറവ ഭാര പറക്കലാണ്. ഇപ്പം തന്നെ ഒരു 8-9 മണിക്കൂറൊക്കെ പറന്ന്. അറിയാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഈ പ്രാവിനുണ്ട്. അതിൻ്റെ വെടപ്രാവാണ്. നമുക്ക് ആൺപ്രാവിനെ കാണാൻ ശരിക്കും മറിയാൻ തന്നെയാണിത്. മറിഞ്ഞിട്ടുണ്ട്, നമ്മൾ കൂട്ടുകാരനെ പറപ്പിച്ചപ്പോൾ മറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിനെ കൂടി ഇട്ടിട്ട് അപ്പം മറിയലും ആവും, പറവക്കൊരു പറവയും കൂടി ആവും എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഇട്ടേക്കണത്. ഈ പ്രാവം പറഞ്ഞിട്ടുണ്ട്, ഒരു 7 മണിക്കൂറുള്ള ഈ പ്രാവം പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂട്ടുകാരൻ്റെ. ഇത് ജൊക്ക്. അവിടെ പല സ്ഥലത്തും സുറുമ എന്നൊക്കെ പറയുക. സുറുമയാണ്, അതല്ലേ സുറുമ എന്നൊക്കെയാണ് പറയണത്. പല സ്ഥലത്തും പല പല പേരുകളാണ്. ഇവിടെ ജൊക്ക് എന്നാണ് പറയണത്. ഇതിൻ്റെ കണ്ണിലാണ് ഇത് മറിയനാണ് എന്നുള്ളതിൻ്റെ കണ്ടുപിടിക്കണത്. കണ്ണും ചെറിയ ചുണ്ടും അതിൻ്റെ തല ഷേപ്പും കാണുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രാവള രണ്ടിൻ്റെയും കണ്ണും ആ തലയെടുപ്പും ചുണ്ടും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്താ ചെറിയ ചുണ്ടുമായിരിക്കും. കണ്ണിങ്ങനെ പാൽ കളർ കണ്ണായിരിക്കും. ഇപ്പോൾ മുട്ടിട്ടിരിക്കുന്നതാണ്. 2 കുഞ്ഞിലും 2 മുട്ടയിലും കരുവുണ്ട്. നമുക്ക് നോക്കാം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് കാണിക്കും, എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ തൂവല് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത തൂവല് നമ്മളെ പഴയ വീഡിയോസുകൾ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് ഇടാനുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന വീഡിയോയിൽ വോയിസ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. അതിൻ്റെ കോപ്പിറൈറ്റ് കിട്ടിയത് കൊണ്ടാണ് ആ വോയിസുകൾ കട്ടായി പോകുന്നത്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സുലാൻ.